ഗായ്സ്, വെൽക്കം ടു ദ വ്ലോഗ്. രാവിലെ 6 മണിക്കൊക്കെ എത്ര വർഷങ്ങൾക്ക് ശേഷമാണെന്നറിയാം. പത്തനംതിട്ട ഇവിടെ ഒരു വലിയ പാറയുണ്ട്. പത്തനംതിട്ടയൊക്കെ വന്നിട്ടുള്ളവർക്കറിയാം, ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ തന്നെ ഒരു വലിയൊരു പാറയുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ രാവിലെ കയറാൻ പോവാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരുങ്ങി വീടാണച്ചാനുണ്ട്, നിതിനും ഉണ്ട്. നമുക്ക് നേരെ പോയിട്ട് നമ്മളിനി സ്കൂട്ടറിലാണ് പോകുന്നത്. കാർ എടുക്കേണ്ട ആവശ്യം ഇല്ലെന്ന് തോന്നുന്നു. പോകുന്ന വഴി ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിത് അവിടെ കാണുന്ന ആ വെയിൽ വരുന്ന മലയുണ്ടല്ലോ, അവിടെയാണ് കയറേണ്ടത്. അപ്പോൾ നമ്മളവിടെ കയറുമ്പോൾ മുട്ടം വെയിലായിരിക്കും. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അവർ അപ്പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാം. എന്തായാലും അവിടെ പോയിട്ട് നോക്കാം. എന്നിട്ട് അധികം വെയിലാണെങ്കിൽ ചിലപ്പോൾ പ്ലാനൊന്ന് മാറ്റും, അല്ലെങ്കിൽ നമ്മൾ ഇത് തന്നെ തുടരും. ദാറ്റ് ഈസ് അവർ മല. നമുക്ക് നമ്മളിപ്പോൾ കഴിക്കാൻ വന്നു. രാവിലെ വന്നു, വൈറ്റിലില്ലാത്തതുകൊണ്ട് ഭയങ്കര എന്തോ ഞാൻ ക്യാമറ ആംഗിൾ വെച്ചിട്ട് ആകാശം 5:30 ആയപ്പോൾ കയറണമായിരുന്നു. ഇതിപ്പോൾ പണി മാളിയിട്ടുണ്ട്. ആണോ? അപ്പോൾ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ചിലപ്പം ശരിയാവാം, നോക്കാം. കൂലി വന്നു. നമ്മുടെ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി ഉള്ള ഭക്ഷണമാണ് രാവിലത്തെ. ഇവിടെ അതുകൊണ്ട് പെട്ടെന്ന് സാധനം കിട്ടും. കഴിച്ചിട്ടോടെ വരാം ബാക്കി കഴിച്ചിട്ട്. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ഇനി നേരെ ഇവിടുന്ന് അങ്ങോട്ട് നേരെയാണ് പോകേണ്ടത് തോന്നുന്നു. വെട്ടുവരാൻ്റെ ഷേപ്പ് മാറിപ്പോയി കിട്ടുമോ? അത് പിന്നെ ഗൈസ്, ഇതേ നമ്മുടെ ഇവിടെ മറ്റേ നേരത്തെ വീഡിയോക്കകത്തൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. നേരത്തെ വീഡിയോ എടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹമാണ് അദ്ദേഹം ഡ്രോൺ എന്ത്? ഡ്രോൺ. നമ്മൾ ഡ്രോൺ ഷോട്ട് എടുക്കുന്നുണ്ട്. നമുക്കൊരു 5:30-ക്കെങ്കിലും വരണ്ടായിരുന്നു. 6 മണിക്ക് കയറണ്ടായിരുന്നു. അയ്യോ, 6:30 പറഞ്ഞിട്ട് എന്നാ 5 കോപ്പ്. പിന്നെ ഞങ്ങൾ എന്തുകൊണ്ടാ ഡിലേ? നിങ്ങൾ വരുന്നോളെന്ന് പറഞ്ഞിട്ട് തൊലിഞ്ഞ് വർത്താനം പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പത്തനംതിട്ട ചുറ്റിപ്പാറയുടെ ഒരുപാട് വീഡിയോകളും ബ്ലോഗുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ. അത് ഈ വീഡിയോ നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റൂ. അതെ, കാരണം എല്ലാവരും പറയുന്ന പോലെ ഉള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ആദ്യം പറയാനുള്ളൂ. കാരണം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ നിങ്ങൾ കാണാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും. വേറെ വിഷയം കേട്ടോ. ഡെഫിനറ്റ്ലി ഫോളോ അവർ ചാനൽ. ഇംഗ്ലീഷിലെ തലവർ അറിഞ്ഞുകൊണ്ട് പഠിച്ചു വന്നതാണ്. നോക്കിയാ നിങ്ങൾക്ക് കാണാം എത്രയും ഹൈറ്റിലോട്ട് നമ്മൾ പോകുന്നത്. കുറച്ചുകൂടെ മേടിച്ചല്ലോ. ജിമ്മിൽ പോകേണ്ട സമയം. അതിക്രമിച്ചിരിക്കുന്നു. 2 സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ. പട്ടി അണയ്ക്കുന്ന പോലെ അണയ്ക്കുന്നത്. നമ്മൾ താഴെ ഫയർ സ്റ്റേഷൻ ഡ്രോൺ പറപ്പിക്കാം. എല്ലാ ദിവസവും രാവിലെ വരിക, ഇത് കയറുക. ഇന്നൊന്ന് കയറുക. ജിമ്മിൽ പോകുന്ന മോഹം വെട്ടുവരാനൊക്കെ ജിമ്മിൽ പോകുന്നതാണ്. അതെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ കാണും. ഇനിയിപ്പോൾ അണയ്ക്കാനും പറ്റത്തില്ല. ജിമ്മിൽ പോകുന്ന മേളിൽ ചെല്ലുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി കൂടുതൽ പറയാനാണെങ്കിൽ ഇദ്ദേഹം ഒരു ഷോർട്ട് ഫിലിം ഡയറക്ടറാണ്. ഇദ്ദേഹം ഒരു സ്പിരിച്വൽ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്പിരിച്വൽ, അതായത് അമ്പലത്തിൽ പൂജാരിയാണ്. അങ്ങനെ വിവിധ വ്യക്തിത്വത്തിനുള്ളവരാണ്. നീ അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. പമ്പ് ചെയ്ത് നിന്നേ. ഞാനാണ് ഏറ്റവും കുറേ. നീ ആദ്യമായിട്ടല്ലേ ഇവിടെ കരുന്നേ? എങ്ങനെയുണ്ട് ഇതുവരെ? കൊള്ളാം. അതാണ് പത്തനംതിട്ട സ്റ്റാൻഡ്. അവിടെ നിന്ന് നോക്കുമ്പോഴാണ് പത്തനംതിട്ട വരുന്നവരൊക്കെ ഈ മല കാണാൻ കൂടുതൽ ചാൻസ്. നമ്മൾ ബാക്കി മലകൾ കയറുന്ന അത്രയും പ്രശ്നമില്ലാത്ത മലയാണ് ഇത് സ്വാഭാവികമായിട്ടും. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ മോശമായതുകൊണ്ട് ഇതൊക്കെ നമുക്ക് വലിയ മലയാണ്. നോക്ക്, അമ്പലം മനോഹരമായൊരമ്പലം. കാരണം ഇത് ഇങ്ങനത്തെ അമ്പലങ്ങളും പള്ളികളും ഒക്കെ വരുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ഫീലാണ്. ഇവിടെ 3 മലകളാണുള്ളത്. അപ്പോൾ ഈ 3 മലകളിൽ ഏറ്റവും ഫസ്റ്റ് മലയിലാണ് നമ്മളുള്ളത്. ഇനിയുള്ള വലിയ മലയെന്ന് പറഞ്ഞാൽ അതാണ്. ഇതാണ്
ഡിജെയുടെ മിനി 4 Pro. മിനി 4 Pro എന്ന് പറയുന്ന ഓക്കെ മിനി 4 Pro എന്ന് പറയുന്ന ഡ്രോണാണ് നമ്മളിപ്പോൾ പറത്താൻ പോകുന്നത്. സൂര്യനിൽ നിന്ന് മാറ്റിപ്പിടി. കാറ്റുണ്ടോടാ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചുട്ടിപ്പാറയിലാണ്. സോ ഇവിടുത്തെ വ്യൂ നിങ്ങളെ ഒന്ന് കാണിക്കാം. ജസ്റ്റ് കണ്ടിട്ടോ. സമുദ്രനിരപ്പിൽ നിന്നൊരു 400 അടി ഉയരത്തിലാണ് പത്തനംതിട്ട ചുട്ടിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ചുട്ടിപ്പാറയുടെ മുകളിൽ നിന്ന് പത്തനംതിട്ടയുടെ 10-12 കിലോമീറ്റർ ചുറ്റളവ് നമുക്ക് ഇവിടെ മൊത്തം ഇവിടെ നിന്നാൽ നല്ലൊരു വ്യൂ പോയിൻ്റാണ് പത്തനംതിട്ടയുടെ. ബാക്കി ആലോചിക്കട്ടെ. ഈ ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഐതിഹ്യം, ഇത് ഒരു പൂജാരി ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇതിനെപ്പറ്റി വളരെ ആധികാരികമായി സംസാരിക്കാം. തിരിഞ്ഞിരിക്കല്ലേ, എന്താ പറയണ്ടേ? എനിക്കതിനെപ്പറ്റി വലുതായിട്ട് ധാരണയില്ല. ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു സോറി ഞാൻ അല്ല ഭയങ്കര വെയിലടിക്കും നമുക്ക് ഇവിടെ. നൈസായിട്ട് വലിഞ്ഞിട്ട് മാറി നിൽക്കുക. അമ്പലത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഡ്രോ നമ്മൾ നിങ്ങളെ കാണിക്കാൻ വിട്ട സാമാനം തിരിച്ചു വരുന്നുണ്ട്. കണ്ണുപോലും കാണുന്നില്ല. അതെ അതെ അതെ. അയ്യവാ സദാചാരം അഴിച്ചിട്ട് ഞങ്ങൾ ഇതിനൊക്കെ എതിരെ കേട്ടോ. പെൺകുട്ടികൾ പറക്കട്ടെ, അവർ മലകൾ കീഴടക്കട്ടെ. ഇതുപോലെ ഒരുപാട് മലകൾ ഞാൻ അവരൊന്ന് അഭിനന്ദിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞില്ല തോന്നിയതാ. ചുമ്മാ കഴിച്ച് ഞാൻ അങ്ങനെ ഒന്നും പറയത്തില്ല. എനിക്ക് പെൺപിള്ളേരൊക്കെ ഇങ്ങനെ അഡ്വഞ്ചറസ് ഒക്കെ ചെയ്യുന്നത്, ഇങ്ങനെ നമ്മൾ ട്രിപ്പൊക്കെ പോകുന്നതും ഒക്കെ എനിക്കിഷ്ടമാണ്. അല്ല എൻ്റെ കൂടെയും അല്ലാതെയും അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. എന്നിട്ടാണ് ഇവൻ കഴിഞ്ഞ ദിവസം അവൻ്റെ കാമുകിയെ വഴക്ക് പറഞ്ഞത്. കൂട്ടുകാരോട് ബെസ്റ്റിയുടെ കൂടെ പോയെന്ന് പറഞ്ഞു. ഭയങ്കര മോശം കേട്ടോ. ഇതൊക്കെ ഒരു പുരോഗമന ചിന്തയുള്ള ഒരാൾക്ക് ചേർന്ന കാര്യം. ഇതൊക്കെ ഇവന് കാമുകിയില്ല, കാമുകി മാർ അല്ലേടാ. കണ്ട ഇവനെ കണ്ടാൽ തന്നെ ഒരു കാമൻ ലുക്കില്ല. ഇങ്ങോട്ട് ഭയങ്കര നിഗൂഢരായിട്ടാണ് നമ്മൾ ഇതുവഴി പോകേണ്ടത്. കാടയിറങ്ങുമ്പോന്ന് കിട്ടിയല്ലേ. ഇത് മാത്രമല്ല കട്ട് ചെയ്ത സമയം റോറയിലാണ്. ഇതാണ് എൻ്റെ ചാനലിൻ്റെ പ്രത്യേകതകൾ. പച്ചയായോ ഞാൻ, അതാണ് എൻ്റെ ഉദ്ദേശം. മണ്ണ് നമ്മൾ ആദ്യം കാലിലെ മണ്ണാണ് തട്ടിക്കളയേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇത് പ്രകാരം കയറാം. ലെറ്റ്സ് ഗോ ഗൈസ്. രാമനും സീതയും കൂടെ അല്ലേ കല്യാണം കഴിച്ചല്ലേ? അവർ രണ്ടുകൂടെ വനവാസ കാലത്ത് താമസിച്ചാണെന്ന് പറയുന്ന ഒരു ഗുഹ. ഓ നമ്മളെ നമ്മള് പത്തനംതിട്ട നഗരത്തിന്റെ ഒരു ഹൃദയഭാഗത്തുള്ള ചുട്ടിപ്പാറ എന്ന മലനിരകളിലാണ് ഇപ്പോൾ നമ്മൾ. ഒരു ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്ര പ്രത്യേകത മറന്നുപോയി. പാറയിൽ വെച്ചാണ് ശിവന്റെ വിഗ്രഹം ആരാധിച്ചതായി പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ പാറയിൽ താഴെ ഒരു ഗുഹയുണ്ട്. അത് ഇതുപോലെ രാമായണ കഥയുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഒക്കെ താമസിച്ചിരുന്നതായി അവിടെ പറയപ്പെടുന്നു. അതായത് ഇത്രയും നല്ല സ്ഥലത്ത് ആൾക്കാരൊക്കെ വന്നിരിക്കാനും ഒന്ന് വിശ്രമിക്കാനും ഒക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം വരെ ഇവിടെ അങ്ങോട്ട് ആൾക്കാരൊക്കെ ഇരുന്നില്ലായിരുന്നു. കാരണം ഇവിടെ ഒരുത്തം വന്നിട്ട് വിഷം അടിച്ചിട്ട് വീട്ടുകാരെ വിളിച്ച് പറഞ്ഞ് ഞാൻ ഇവിടെ വിഷം അടിച്ച് കിടപ്പുണ്ടെന്ന്. എന്താ അവന് പറയായിരുന്നപ്പോൾ പിന്നെ എന്തിനാ വിഷം അടിച്ച്. അപ്പോൾ അങ്ങനത്തെ ചില വട്ടന്മാർ, പ്രേരണകളുള്ള വട്ടന്മാരൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ പ്ലേസുകളൊക്കെ ഭയങ്കര എന്താ പറയുക ബാക്കിയുള്ളവർക്കൂടെ ശല്യമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ആരും അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. ഞാനും വെട്ടുവരാനും ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ ഞങ്ങളും കുറച്ച് കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ഇത്
എയർ സർട്ടിഫിക്കറ്റ് വേണം. കാമകേളികൾ ഉണരുന്ന ഒരുപാട് വൃത്തികേടുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. കാണിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്ന അതിന് വേണ്ടി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ മാക്സിമം ഇവിടെ വരാതിരിക്കുന്നതാണ് നല്ലത്. കപ്പിൾസ് ഫ്രണ്ട്ലി അല്ല. സത്യം, ഇത് കപ്പിൾസ് ഫ്രണ്ട്ലി ഏരിയ ആക്കുന്നവരുണ്ട്, റൂം എടുക്കാൻ വയ്യാത്തതുകൊണ്ട്. കാഴ്ചകൾ കണ്ടിട്ട് പോകുന്ന പോലെ അല്ലല്ലോ. അതെ, കാരണം നിങ്ങൾ ആരും കാണുന്നില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നാട്ടുകാർ മുഴുവൻ കാണുന്നുണ്ട്. സത്യം. മാത്രം ഞങ്ങൾ വരെ ഡ്രോൺ പറപ്പിച്ചത് കാണിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അവിടെയാണ് ഗുഹ. അതെ, പക്ഷേ ഈ പറഞ്ഞ നമ്മൾ വന്ന സമയം ഇച്ചിരി മാറിപ്പോയി. എനിക്ക് തോന്നുന്നു ഒരു 5:45 കയറണമായിരുന്നു. ഒരു 5:45 കയറിയിരുന്നെങ്കിൽ നല്ല വെയിലൊന്നും ഇല്ലാതെ ശാന്തമായ കാലാവസ്ഥ കിട്ടിയാണ്. അതാണ് ഇവിടുത്തെ ഞാൻ പറഞ്ഞ ഹനുമാൻ്റെ പ്രതിമ. ഇവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കാഴ്ചക്കാരുടെ ഒരു പ്രധാന പ്രശ്നമാണ് ഇവിടെ വന്ന് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇവിടെ എല്ലാം ഉപേക്ഷിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ നമ്മളിവിടെ ഒരു ക്ഷേത്രമുണ്ടെന്നോ അതിനൊരു പരിപാലനമായ ഒരു ഭംഗി കാത്തു സൂക്ഷിക്കണം. ഇതൊരു നല്ല പ്രവൃത്തിയല്ല. നല്ല പ്രവൃത്തിയല്ലെന്ന് പറഞ്ഞാൽ മാന്യമായ പ്രവൃത്തിയല്ല. ഈ പാറയിലുള്ള മുഴുവൻ വേസ്റ്റ് നമുക്കിവിടെ വൃത്തിയാക്കാനൊന്നും പറ്റത്തില്ല. നമ്മളീ നടക്കുന്ന വഴി ഞങ്ങൾ കാണുന്ന കാഴ്ചകൾ നമ്മുടെ കണ്ണിൽ കാണുന്നതൊക്കെ എടുത്തു മാറ്റാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. അങ്ങനെ ഓരോ ആൾക്കാർ വിചാരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും സാധനങ്ങൾ ഇവിടെ. ഇതൊന്നും അല്ല, ഇതിൻ്റെ ഒരു 100 ഇരട്ടി സാധനങ്ങൾ ഇവിടെ കാണും. നമ്മൾ പിന്നെയും കുറേ കുപ്പികൾ പെറുക്കി ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് മടുത്തിട്ട് ഞങ്ങൾ തണൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ എത്ര മണിയായി കാണും പറ്റും? 8 മണി ഓൾമോസ്റ്റ് 8 മണിയായി. അതുകൊണ്ട് എഫേർട്ട് എടുത്തുകൊണ്ട് ഗ്രില്ല് വെച്ച് അടച്ച പോലെ തന്നെ നിസ്സാര ഒരു കാര്യം ചെയ്യാനേ ഉള്ളൂ ഇവിടെ. ഇതുപോലെ വൃത്തിയായിട്ട് ഇവിടുത്തെ ആൾക്കാർ മാറ്റുക. ഇവിടെ ആൾക്കാർ വരുന്നതനുസരിച്ച് അല്ലെങ്കിൽ വലിയൊരു ഡസ്റ്റ്ബിൻ സ്ഥാപിക്കുക. എല്ലാം കൊണ്ട് ഒന്നിച്ച് മാസത്തിലൊന്നോ എല്ലാം കൊണ്ട് ഡിസ്പോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. അതെ, അതിന് മുന്നോട്ട് വരട്ടെ, നമ്മളിതൊരു കാരണമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കൊണ്ടുകൂടെ ഇപ്പോൾ ഫോട്ടോ സെക്ഷൻ നടക്കുകയാണ്. മൊത്തം എടുത്ത് മാറ്റുകയാണ്. ഇവിടെ നമ്മൾ കൂട്ടിയിട്ട സാധനങ്ങളൊക്കെ നമ്മൾ ഈ കവറിനകത്ത് കയറ്റിയിട്ട് നമ്മൾ താഴത്തെ ഇതിനകത്ത് കൊണ്ടിടും. നിങ്ങളിവിടെ വരുന്ന ഓരോരുത്തരും ഇതുപോലെ ചെറിയ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വലിയ വൃത്തിയുള്ളൊരു സ്ഥലമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കമോൺ, നിങ്ങൾ ഇവിടുത്തെ അമ്പലക്കാരും ഇതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ താഴെ ചെന്നിട്ടായിരിക്കും ബാക്കി വീഡിയോനെ. ഇപ്പോൾ കുറച്ച് അപകടകരമാണ്. ഇങ്ങനെ കുത്തനെ ഇറക്കമാണ്. ഇതാണ് നമ്മൾ നടന്നിറങ്ങേണ്ടത്. ശാസ്ത്രമില്ലേ അലയുടെ വേണ്ട പുല്ല് നിൽക്കുന്നത്. പുല്ല് നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ട് എന്തായാലും ഇവിടെ വരുമ്പോൾ ഒരാളെ ലീസിൻ്റെ പാക്കറ്റോ ഒരു കുപ്പി വെള്ളമേ കാണത്തുള്ളൂ. അത് വലിയ ഭാരമുള്ളതെന്നും അല്ല. അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത്രയും ഭാരമില്ലല്ലോ തിരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നിങ്ങൾ നമ്മൾ സാധനമല്ല ഇവിടെ ഇട്ടിട്ടുണ്ട്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഈ ചുട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് പത്തനംതിട്ടയിൽ നമ്മുടെ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ പാറ കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്താ പറയുക, ഇവിടുത്തെ കുപ്പിയും പാട്ടൊക്കെ പെറുക്കേണ്ട സിറ്റുവേഷനായി. പക്ഷേ അത് നല്ലതിനാണ്. അപ്പോൾ എല്ലാവരും അതുപോലൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ കൂടെ നല്ല നാളേക്ക് വേണ്ടി. അതെ, നാളേക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരാം, അടുത്ത കണ്ടൻറ്റൊക്കെ ആയിട്ട് വരാം. ഇനി ഇവരൊക്കെ നമ്മുടെ കണ്ടന്റിൽ ഇനി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ അടുത്ത പരിപാടിയായിട്ട് വരുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ് ആൻഡ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. ഒരു സാധനം കാണിച്ചു തരാം. നമ്മൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ കണക്ക് പ്രകാരമാണെങ്കിൽ നമ്മൾ കുറേ നേടും. അയ്യോ, കുറേ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ബോർഡ് ശ്രദ്ധിച്ചോ? നിയമപരമായ മുന്നറിയിപ്പാണ്. ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞ 5000 രൂപ പിഴ ഈടാക്കുന്നതും മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. ഹരിത പ്രോട്ടോക്കോൾ നിർബന്ധമായും പാലിക്കുക. ഈ ബോർഡിന് മുകളിലാണ് നമ്മൾ ഇത്രയും വേസ്റ്റ് ഇവിടെ വാരിയത്. ബോർഡ് വെച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല. 5000 രൂപ വെച്ചാൽ ഒരു കുപ്പിക്ക് 5000 രൂപ വെച്ച് ഞങ്ങൾക്ക് തരേണ്ടി വരും. അങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്രഭുക്കളാകും. സത്യം. അപ്പോൾ നിങ്ങൾ അടുത്ത സ്കീമുകൾ പാസ്സാക്കുക. അപ്പോൾ ബൈ.